അക്ബർ വലില്ലാഹിൽ ഹംദ്. 1976 ഇത്തരമൊരു ചിന്ത ആദ്യമായി രൂപപ്പെട്ടു വരുന്നത് എന്ന് ചരിത്രം പഠിക്കുമ്പോൾ കാണാൻ കഴിയും. ഏപ്രിൽ 26, 1926 തിരൂർ മേഖല ജമിയത്തുൽ ഉലമയുടെ യോഗത്തിൽ ഒരു ചർച്ച വരികയും അങ്ങനെ ബഹുമാനപ്പെട്ട എം ബഷീർ മുസ്ലിയാരും സി ചൈദ്രോസ് മുസ്ലിയാരും ബാപ്പുട്ടി ഹാജിയും കൂടിയാലോചിച്ചു 3 മഹത്തുക്കൾ, അള്ളാഹുവിന്റെ കബറുകൾ വിശദമാക്കി കൊടുക്കട്ടെ. ആ 3 മഹത്തുക്കൾ കൂടിയാലോചിച്ചുകൊണ്ടാണ് മഹല്ലുകൾ ഏകീകൃത രൂപമുണ്ടാക്കാൻ തീരുമാനിച്ചത്. അവരുടെ ലക്ഷ്യം കൃത്യമാണ്: മഹല്ലുകളുടെ ഏകോപനം, ദർസുകളുടെ കാര്യക്ഷമത, ജീർണമുക്തമായ മഹല്ലുകൾ. ഈ ലക്ഷ്യത്തിന് വേണ്ടിയാണ് സുന്നി മഹല്ല് ഫെഡറേഷൻ രൂപീകരിച്ചത്. ആ സുന്നി ഫെഡറേഷന്റെ സ്ഥാപനമാണിത്. ചാപ്പനങ്ങാടി ബാബു മുസ്ലിയാരുടെ അനുഗ്രഹത്തോടു കൂടിയാണ് ആ സംഘം മുന്നോട്ട് വന്നത്. പിന്നീട് കമ്മിറ്റി രൂപീകരിച്ചപ്പോൾ ചാപ്പനങ്ങാടി ബാബു മുസ്ലിയാരുടെ അനുഗ്രഹത്തോടു കൂടി TKM ബാബു മുസ്ലിയാർ പ്രസിഡന്റും CH ചൈദ്രോസ് മുസ്ലിയാർ ജനറൽ സെക്രട്ടറിയും ബാപ്പുട്ടി ഹാജി ട്രഷററുമായി കമ്മിറ്റി വന്നു. ആ കമ്മിറ്റിയുടെ പ്രവർത്തനം മുന്നോട്ട് പോകുമ്പോൾ 1977 ഏപ്രിൽ മാസത്തിൽ മലപ്പുറത്ത് ജില്ലാ സമസ്ത സമ്മേളനം നടക്കുകയും ആ സമസ്ത സമ്മേളനത്തിൽ വെച്ച് കോട്ടുമൽ ഉസ്താദ് പ്രസിഡന്റായി, ചമ്മുക്കൻ കുഞ്ഞാപ്പു ഹാജി ജനറൽ സെക്രട്ടറിയായി, ബാപ്പുട്ടി ഹാജി ട്രഷറായി നിലവിൽ വന്നു. അങ്ങനെ അവർ മാതൃക ദർസ് എന്ന പേരിൽ ദർസുകൾ സ്ഥാപിക്കാൻ